എല്ലാവർക്കും സുപ്രഭാതം. ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു. തമ്പുരാൻ നമുക്ക് നന്ദി പറയാം ഈ നല്ല ദിവസം തന്നതിനെ ഓർത്തുകൊണ്ട്. ആ സൈഡിൽ നിൽക്കുന്നവർ നടുവിലത്തെ ബെഞ്ചിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് വന്ന് നിൽക്കുക. നമ്മുടെ ഇടവക കുടുംബത്തെ മുഴുവനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്കായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക കുടുംബത്തെ മുഴുവൻ ഓർക്കുക. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന് പ്രത്യേകിച്ച് തന്നെ കാണുന്നില്ല. ജന്മദിനം ആഘോഷിക്കുന്ന 2 വ്യക്തികൾ, എയ്മി മലമേൽ പടമ്പള്ളിയും അതുപോലെ തന്നെ ഉപ്പൂട്ടിലെ ജോമോനും, ഇവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് ദൈവം ഇവരുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ അവരോടൊപ്പം നമുക്ക് ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി ഏറ്റവും വിശുദ്ധിയോടുകൂടി അർപ്പിക്കുവാൻ കൃപ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് നമുക്ക് ബലി അർപ്പിക്കാം. എൻ്റെ ദൈവമേ, പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ അറിയുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ വിശുദ്ധമാക്കിയതിനാലും സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസാക്ഷികളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹ തന്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിന് ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. ആനവത്തിൻ മമനാദാനിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശാ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും
ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 24, 50 മുതൽ 67 വരെ വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഇതാ റെബേക്ക നിന്റെ മുമ്പിൽ നിൽക്കുന്നു, അവളെ കൊണ്ടുവയ്ക്കൊള്ളുക. കർത്താവ് തിരുവുള്ളമായതുപോലെ അവൾ നിന്റെ യജമാനൻ്റെ മകന് ഭാര്യയായിരിക്കട്ടെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ താണുവീണ് കർത്താവിനെ ആരാധിച്ചു. അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റെബേക്കാക്കി കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു. അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു, എന്നെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു, കുറച്ചു നാൾ കൂടി 10 ദിവസമെങ്കിലും അവളിവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് അവൾക്ക് പോകാം. അവൻ പറഞ്ഞു, എന്നെ താമസിപ്പിക്കരുത്. കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്കുക കൊണ്ട് യജമാനൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക. നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാം എന്നവൾ പറഞ്ഞു. അവൾ റെബേക്കായെ വിളിച്ച്, നീ മനുഷ്യനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നുവെന്ന് അവൾ മറുപടി പറഞ്ഞു. അവൾ അവരുടെ സഹോദരി റെബേക്കയെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിൻ്റെ ഭൃത്യനോടും അവൻ്റെ ആൾക്കാരോടും കൂടി പറഞ്ഞയച്ചു. അവർ അവളെ ആശീർവദിച്ചു പറഞ്ഞു, നീ ഞങ്ങളുടെ സഹോദരിയാണ്. നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. റെബേക്കായും തോഴിമാരും ഒട്ടപ്പകർത്ത് കയറി അവനെ അനുഗമിച്ചു. അങ്ങനെ റെബേക്കയുമായി ഭൃത്യൻ പുറപ്പെട്ടു. ആയിടയ്ക്ക് ഇസഹാക്ക് ബെർലഹാറയിൽ നിന്നും നെഗേബിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നനായി വയലിലൂടെ നടക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റെബേക്കായും ശിരസുയർത്തി നോക്കി. ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്തു നിന്നും താഴെ ഇറങ്ങി. അവൾ ഭൃത്യനോട് ചോദിച്ചു, അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ്? ഭൃത്യൻ പറഞ്ഞു, അവനാണ് നിന്റെ യജമാനൻ. ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി. നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു. അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ വചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും പരിശുദ്ധയമ്മയെ പോലെ വചനങ്ങൾ സ്വീകരിച്ച് 100 മേന്യ ഫലം നൽകുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും, ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവരെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ.
നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതങ്ങളാവുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം പൈസ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയുടെ തിരുപ്പറവയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നോയമ്പ് കാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈശോ മുൾക്കൂട്ടി ജനിക്കുവാൻ പോകുന്നു. പക്ഷെ അതിന് മുമ്പുള്ള ആ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈ മംഗളവാർത്തയെക്കുറിച്ച്, ഈ തിരുപ്പിറവിയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന പരിശുദ്ധ അമ്മയുടെ ആ സംശയം അല്ലെങ്കിൽ ആകാംക്ഷ അറിയിക്കുന്നുണ്ട്. ഒപ്പം മറുവശത്ത് നമ്മൾ കാണുന്നത് ഔസേപ്പിതാവും ഇതുപോലെ തന്നെ തൻ്റെ മാലാഖ വഴി അറിയിച്ച കാര്യങ്ങൾ തൻ്റെ ഭാര്യയെ അറിയുന്നില്ല, അവൾ ഗർഭസ്ഥയായിരിക്കുന്നത് എങ്ങനെയാണെന്ന് പുരുഷൻ അറിയുന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാനുഷികമായ ചിന്തകളും തീരുമാനങ്ങളുമാണ് ഔസേപ്പിതാവിനെ വേട്ടയാടുക. ഒരുപക്ഷേ രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ച് കാണും എന്താ ചെയ്യേണ്ടത്. ഔസേപ്പിതാവിനെ കുറിച്ച് വചനം പറഞ്ഞു വയ്ക്കുക, അവൻ നീതിമാനായിരുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയെ ഉപേക്ഷിക്കാനായിട്ട് ആരും അറിയാതെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുകയാണ്. മാനുഷികമായ തീരുമാനമാണത്. പക്ഷേ അങ്ങനെ ആ വിശ്രമിക്കുന്ന സമയം ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ ദൈവത്തോട് ഔസേപ്പിതാവ് ആലോചന നടത്തുകയാണ് സ്വപ്നത്തിൽ. ആ സ്വപ്നത്തിൽ ഔസേപ്പിതാവിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, നിന്റെ തീരുമാനം നീ ഉപേക്ഷിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം, തമ്പുരാൻ്റെ തീരുമാനം അത് നീ പൂർത്തിയാക്കുക. ഇതാണ് നിൻ്റെ ജീവിതത്തിൽ നീ ദൈവത്തിൻ്റെ ഇഷ്ടം നീ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ തീരുമാനത്തെ നീ മനസ്സിലാക്കി അതിനനുസരിച്ച് നിൻ്റെ തീരുമാനത്തിൽ മാറ്റിവെച്ചിട്ട് തമ്പുരാൻ്റെ തീരുമാനത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ടും വിധേയപ്പെടുക. പ്രിയമുള്ളവരെ, തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് എത്തിനിൽക്കുവാനുള്ള ഒരവസരമാണ് ഈ തിരുവചനത്തിലൂടെ തമ്പുരാൻ നമുക്ക് നൽകുക. പലപ്പോഴുമൊക്കെ നമ്മുടെയൊക്കെ തീരുമാനങ്ങൾ അത് പരാജയപ്പെട്ടു പോകാറുണ്ട്. അത് നമ്മുടെ മാത്രം തീരുമാനത്തിന് നമ്മൾ ഉറച്ച് അത് പ്രാവർത്തികമാക്കി വച്ചിരിക്കുമ്പോഴാണ്. മറിച്ച് നമ്മുടെ തീരുമാനങ്ങളൊപ്പം തന്നെ തമ്പുരാൻ്റെ ഇഷ്ടം, തീരുമാനം എന്താണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഒരു ആലോചനയിലൂടെ ഔസേപ്പിതാവ് ചെയ്തതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകും, തിരിച്ചറിയാൻ സാധിക്കും, ഇതല്ല തമ്പുരാൻ്റെ ഇഷ്ടം. തമ്പുരാൻ്റെ തീരുമാനവും പദ്ധതികളുമാണ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അത് നടപ്പിലാവേണ്ടത്. അങ്ങനെ വരുമ്പോൾ
നമ്മുടെ ഇഷ്ടം മാറ്റിവെച്ചിട്ട് തമ്പുരാൻ്റെ ഇഷ്ടത്തിന് ഔസേപ്പിതാവിനെ പോലെ നമ്മൾ സമ്മതം മൂടുമ്പോൾ, പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക്, നിൻ്റെ ഇഷ്ടം എന്നെ സംഭവിക്കട്ടെ എന്ന് സമ്മതം മൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. അത് തമ്പുരാൻ്റെ ഇഷ്ടമാണത്. അപ്രകാരം ഈ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശ വന്ന് പറക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, ഔസേപ്പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന ആ സന്ദേശം ഉൾക്കൊണ്ട്, നമുക്ക് നൽകുന്ന ആ മാതൃക ഉൾക്കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കെ അവ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാവം മൂലം അധംപതിച്ച മനുഷ്യർക്ക് രക്ഷനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, ഞങ്ങൾക്ക് പാവമോചനം രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ, കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി ഞങ്ങൾ നിത്യബുദ്ധിവാഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോൺ ചാലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയും മാർ ആന്റണി കരയിൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ, സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ, സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യസ്നേഹ ചൈതന്യത്താൽ ധൈര്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി അങ്ങയുടെ തിരുക്കുമാരൻ്റെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പ്രധാനബോധത്തെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പന ചെയ്ത മിശിഹ തന്റെ പ്രകാരം അനുഗ്രഹത്താൽ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം മനസ്സിദർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ സജ്ജീകരിക്കപ്പെടുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നല്ലേ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവനാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാധാരണവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസയും ശരീരത്തിലെ ഉറപ്പും നിത്യാസ്യങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ പ്രസവമേറ്റുവാൻ നമ്മെ സ്നേഹിക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരസ്പര സമാധാനം. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതം റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ
നീങ്ങട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹാം ഇസഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും അലസതയിലും വിദ്വേഷത്തിലും ആത്മീയ ബന്ധനങ്ങളിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ശുദ്ധവും സജീവവുമായ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരോടും സർപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സ്വർലോകനാഥൻ പരിശുദ്ധൻ. മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സ്വർലോകനാഥൻ പരിശുദ്ധൻ. മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്ത്, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്ത്,
ഇതാ പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. അവശരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള എല്ലാ കോവിഡ് രോഗികളെയും മറ്റെല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം അവരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും പരകരെയും സമർപ്പിക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും കോവിഡ് രോഗവും മൂലവും മറ്റുള്ള രോഗങ്ങളാലുമൊക്കെ മരണമടഞ്ഞു പോയ ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരങ്ങളുടെയും ആവശ്യതയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും അയോഗ്യരായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ നിറയുവാനും തമ്പുരാൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ നമ്മുടെ തീരുമാനങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തമ്പുരാൻ്റെ പദ്ധതികൾ തമ്മിൽ പൂർത്തിയാക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്ന ഈ ലോകത്തിൻ്റെതായ ആകർഷണങ്ങളും താല്പര്യങ്ങളും തിന്മയുടെ പാപത്തിൻ്റെതായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അകറ്റി നിങ്ങളെ വിശുദ്ധീകരിച്ച് നിങ്ങൾ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കൃപാനയിലൂടെ നാമസത്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടകളുടെ പതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൻ്റെ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം ഞങ്ങളോട് ദയ തോന്നണമേ. ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
തിരുവോസ്തിയിൽ വാഴുമീശോ വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധ്യനായക നിന്നെ. ജീവന്റെ പൂജ്യമാമീശോ തിരുവോസ്തിയിൽ വാഴുമീശോ വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധ്യനായക നിന്നെ. ആരാധന ആരാധന തിരുവോസ്തിരൂപനെ ആരാധന 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 മഹേശ്വര എന്നെന്നും ആരാധന. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ സ്വീകരിക്കുവാനായിട്ട് വിളക്കുണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാപാവസ്ഥകളെയും കുറിച്ച് ഒരുപക്ഷേ കുമ്പസാരത്തെ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലാത്ത ഈ സാഹചര്യത്തിൽ സഭയുടെ പ്രത്യേക അനുമോദത്തോടെ അധികാരത്തോടെ നമ്മളെല്ലാ പാപങ്ങളും ഈ സമയം നമ്മൾ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ അനുതപിച്ച് പശ്ചാത്തപിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞപ്പോൾ നമുക്ക് എല്ലാ പാപങ്ങൾക്കും മോചനം ലഭിക്കുകയാണിപ്പോൾ. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി ഈശോയെ സ്വീകരിച്ച് അവിടുത്തെ സമാധാനം നമുക്ക് സ്വീകരിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ. കർത്താവായ ദൈവം മനുഷ്യസ്വഭാവം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടെ നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കുവരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താനും എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, നിൻ ശരീരം രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ ആത്മീയമായിട്ട് ആഗ്രഹത്താലുള്ള അരൂപിലുള്ള വികാരം സ്വീകരിക്കുവാൻ സാധിക്കും. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി ആത്മാവിൽ അരൂപിലുള്ള വികാരം നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ
അനുവദിക്കരുതേ. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈശോയുടെ ഉണ്ടായിരിക്കട്ടെ. ശരീരവും രക്തവും കണക്കണവർത്തിക്കും തത്വജീവനം കടമായി തീരട്ടെ. ആമേൻ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിൽ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ. പ്രിയമുള്ളവരെ, ഏതാനും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൺഡേ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചില്ല. അപ്രകാരം സമ്മാനത്തിന് അർഹരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് 4 മണിക്ക് ഇന്ന് വൈകിട്ട് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. സമ്മാനത്തിന് അർഹരായിട്ടുള്ള ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ കുട്ടികളും വൈകിട്ട് 3:30 കഴിയുമ്പോഴത്തേക്ക് പള്ളിയിൽ എത്തണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് 4 മണിക്ക് കുർബാനയുണ്ട്. 3:30 കുട്ടികൾ എത്തുക. 1 മുതൽ 4 വരെ, അതായത് 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ അവരുടെ മാതാപിതാക്കന്മാരാണ് കുർബാനയ്ക്ക് വരേണ്ടത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ, സമാജത്തിൽ അർഹരായിട്ടുള്ളവരെ കുട്ടികളുടെ മാതാപിതാക്കന്മാർ 4 മണിക്കുള്ള കുർബാനയ്ക്ക് അവരും 3:30 എത്തണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട പിറവി തിരുക്കർമ്മങ്ങൾ 24-ാം തീയതി രാത്രിയിൽ 11:45 ആരംഭിക്കും.
എല്ലാവരും 11:15 കഴിയുമ്പോഴത്തേക്ക് പള്ളിയിൽ എത്തണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ യൂണിറ്റുകളിൽ നിന്നും 10 പേര് വീതമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരാൾ വരുന്നുണ്ടെങ്കിൽ 1-2 പേരൊക്കെ കൂടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ അരമണിക്കൂർ മുമ്പ് 11:15 നമ്മളുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 11:15 കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിൽ കുരിശുപള്ളി, കാട്ടിക്കുന്ന് കുരിശുപള്ളിയിൽ രാവിലെ 6:30 മണിക്കും ഇടവക പള്ളിയിൽ ഇവിടെ രാവിലെ 7 മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുക്കാവുന്നതാണ് ഈ പറഞ്ഞ പോലെ. അതുപോലെ നമ്മുടെ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് 4 മത്സരങ്ങൾ അതിൻ്റെ മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും ഇട്ടിട്ടുണ്ട്. യൂണിറ്റുകളുടെ ആയിക്കൊള്ളട്ടെ, ഇടവക പള്ളിയുടേതായിക്കൊള്ളട്ടെ, മറ്റെല്ലാ ഗ്രൂപ്പുകളും സെൻട്രൽ കമ്മിറ്റിയുടെയും എല്ലാ ഗ്രൂപ്പുകളിലും ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി വീണ്ടും ഇടുന്നതാണ് ദിവസങ്ങൾ. ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി ഇടുന്നതാണ്. അപ്പോൾ 4 മത്സരങ്ങളാണ് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് വഴിയായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും കുട്ടികളുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികളുടെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒന്ന് കരോൾ ഗാന മത്സരമാണ്, രണ്ടാമത്തേത് ടാബ്ലോ ആണ്, മൂന്നാമത്തേത് ദൃശ്യാവിഷ്കാരമാണ്. അത് ഡിപ്ലോമ 1-ാം വർഷവും 2-ാം വർഷവും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. അവരുടെ 3 യൂണിറ്റുകൾ കുട്ടികൾ 3 യൂണിറ്റുകളിൽ നിന്നുള്ള ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പായിട്ട് പരിപാടികൾ അവതരിപ്പിക്കാവുന്നതാണ്, മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെയും കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ കുടുംബാംഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാമിലി ക്വിസ് മത്സരം, അത് വീഡിയോ ലൈവായിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പേരുകൾ എത്രയും വേഗം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ജോസ് സാറിന് നമ്മൾ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡോമി സാറിന് അയച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ മത്സരങ്ങളുടെ എല്ലാം വീഡിയോ ക്ലിപ്പ് കിട്ടേണ്ടത്, ഇവിടെ അയച്ചു തരേണ്ടത് 27-ാം തീയതി, അതായത് ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട് 27-ാം തീയതി 5 മണിക്ക് മുമ്പായിട്ട് ഈ പരിപാടികളുടെ വീഡിയോ ക്ലിപ്പ് അയച്ചു തരേണ്ടതാണ്. ജോസ് സാറിനാണ് നിങ്ങളെല്ലാവരും അയച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം ഗ്രൂപ്പുകളിൽ മെസ്സേജായിട്ട് ഇട്ടിട്ടുമുണ്ട്. ഒന്നുകൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ കാറ്റഗിസം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള 15-ാമത്തെ പാഠം ഇന്ന് ആരംഭിക്കുന്നു. കുട്ടികൾക്ക് പരീക്ഷ നമുക്കറിയാം, 10 ഡിപ്ലോമ 1-2 വർഷക്കാർക്ക് 31-ാം തീയതി, ജനുവരി 31-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഒരുങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാപിതാക്കന്മാർ കുട്ടികളെ ഒരുക്കാനും ശ്രദ്ധിക്കുക. മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും ആവർത്തിക്കുന്ന 1 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫെബ്രുവരി മാസത്തിലാണ് പരീക്ഷ. 21-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. മറ്റ് വിശദ വിവരങ്ങളുണ്ടെങ്കിൽ പിന്നീടും നിങ്ങളെ അറിയിക്കുന്നതുമാണ്. നമ്മുടെ മരണാനന്തര സഹായ സംഘത്തിൻ്റെ കളക്ഷൻസ് എല്ലാ ഞായറാഴ്ചകളിലും രാവിലത്തെ കുർബാനയ്ക്കും 2ാമത്തെ കുർബാനയ്ക്കും ശേഷം നടത്തുന്നുണ്ട്. അതിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം, നമുക്ക് ലോക്ക്ഡൗൺ കാലഘട്ടമാണ്. 4 പേരോളം നമുക്ക് ആ അംഗങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെ നമ്മൾ എമൗണ്ട് ഇപ്രാവശ്യം നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മരണം സംഭവിച്ചാൽ കൊടുക്കാനായിട്ട് ക്യാഷ് തികയാതെ വരും. അപ്പം അതുകൊണ്ട് നമ്മൾ 4 പേരുടെയും ഇതുവരെ കളക്ഷൻ നടത്തിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മുതലാണ് നമ്മൾ ആരംഭിച്ചത്. അത് ഈ ദിവസങ്ങൾ തുടരുന്നുണ്ട്. ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് വരുമ്പോഴത്തേക്ക് അത് കൊടുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. 4 മണിക്കുള്ള പരിപാടികൾ, ഇന്നത്തെ 4 മണിക്കുള്ള കുട്ടികളുടെ കുർബാനയും വാട്സാപ്പിൽ നമ്മൾ ലൈവായിട്ട് ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട് എന്ന കാര്യവും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എഴുന്നേൽക്കാം. ഒരു കാര്യം കൂടി അവസാനമായിട്ട്, നമ്മൾ ദിവ്യബലിക്ക് വരാനുള്ള അവസരം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലെങ്കിലും, മറ്റു ദിവസങ്ങളിൽ യൂണിറ്റ് അടിസ്ഥാനത്തിലല്ല നമ്മൾ വരുന്നത്, വരാൻ ശ്രമിക്കുക. കുർബാനയ്ക്ക് നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾ മട്ടിപ്പിടിച്ച് അതിൽ നിന്ന് താല്പര്യമില്ലാതെയൊക്കെ നമ്മൾ അകന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് യുവജനങ്ങൾ കൂടുതൽ വരാനായിട്ട് താല്പര്യമെടുക്കുക. മാതാക്കന്മാരുടെ കാര്യത്തിൽ താല്പര്യമെടുക്കുക. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇളവുകൾ അറിയാമല്ലോ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്, അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ക്രമീകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ക്രമീകരണം, ആ കിട്ടുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാവരും കഴിയുന്നിടത്തോളം ദിവ്യബലിയെ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് നമ്മളിൽ 8 യൂണിറ്റുകളും ഞായറാഴ്ചകളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. 2 യൂണിറ്റുകൾ കാട്ടിക്കുന്ന് കുരിശുപള്ളിയിലാണ് പോവുക. അപ്പോൾ ബാക്കിയുള്ള 8 യൂണിറ്റുകളും ഇവിടെ തന്നെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിനുള്ള ക്രമീകരണം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ച് കഴിയുന്ന എല്ലാവരും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് ഞായറാഴ്ചയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കണേ, താല്പര്യമെടുക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സമയോപാന ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. തമ്പുരാൻ നമുക്ക് നന്ദി പറയാം. അവിടുത്തെ നമ്മളെക്കുറിച്ചുള്ള കരുതൽ, ശ്രദ്ധയും പരിപാലനയും എത്രമാത്രമാണ്. എന്നിട്ട് നമ്മൾ അകന്നു പോകുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. ക്രിസ്മസ് നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങുന്ന ദിവസങ്ങളാണ്. പുൽക്കുട്ടിൽ മാത്രമല്ല, അതിനെ ഏറെ നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോ വന്ന് പിറക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഈശോയെ അവിടെ നിന്ന് എൻ്റെ ഹൃദയത്തിൽ എന്നിൽ വരണമേ. നമ്മൾ വീടുകളിലുണ്ടാക്കുന്ന ബാഹ്യമായിട്ടുണ്ടാക്കുന്ന പുൽക്കൂടല്ല, നമ്മുടെ ഹൃദയം തന്നെ ആയിരിക്കണം പുൽക്കൂടായിട്ട് മാറേണ്ടത്. അവിടെ ആയിരിക്കണം ഈശോ ജനിക്കേണ്ടതും. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാ തെറ്റുകൾക്കും അവിടുത്തോട് മാപ്പ് ചോദിച്ച് നമ്മുടെ കുടുംബത്തെ മുഴുവനും, പ്രത്യേകിച്ചും ഇടവകയുടേതായ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ ബലി വഴിയായി നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർശ്രയം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമേലൂടാ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ദിവസം നമുക്ക് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.